മൊഡാൾ സാരീസ് എന്ന് പറയുമ്പം എല്ലാവരുടെയും എപ്പോഴത്തും ഒരു ഫേവറേറ്റ് ആയിരിക്കുമല്ലോ. നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴും ഉടുത്ത് പോകാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലും കൂടെയാണല്ലോ മൊഡാൾ എന്ന് പറയുമ്പം. ഇപ്പം ഷോപ്പിൽ വന്നാലും കസ്റ്റമേഴ്സ് ഒത്തിരി പ്രിഫർ ചെയ്യുന്നത് മൊഡാൾ സാരീസൊക്കെ ആയിരിക്കും. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഇത്രയും സെമി മൊഡാളിൽ വരുന്ന സാരീസാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷനും കൂടിയാണ് കേട്ടോ. ഞാൻ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് ഞാൻ വെറുതിരിക്കുന്ന ഒരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ചും കൂടെ പ്ലീറ്റ്സ് ഒക്കെ എടുത്താലും നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ലൈറ്റ് വെയ്റ്റ് സാരി. നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് ആ ഒരു സാരി നല്ല ഷേപ്പായിട്ട് ഉടുത്തെടുത്താലും ഷേപ്പായിട്ടിരിക്കുന്ന ഒരു മെറ്റീരിയലും കൂടെയാണ് കേട്ടോ. ആൻഡ് ഒരു ബാന്തിനി പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിലാണ് കേട്ടോ പല്ലു വന്നിട്ടുള്ളത്. സെമി ബനാറസിയുടെ ഒരു ബോർഡറിങ് ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ ഈ സാരിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ സെയിം ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിലാണ് ബ്ലൗസ് പീസും വന്നിട്ടുള്ളത്. ഇതിൻ്റെ വേറെ ഒരു 4 ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ വരുന്ന ഒരു ബ്ലാക്കാണ്. ബ്ലാക്കിൽ ആ ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിങ്ങും ആ ഒരു മെറൂണിൻ്റെ തന്നെ ഒരു ബോർഡറിങ് ഡീറ്റെയിലിംഗ് കൂടെ കുറച്ചും കൂടെ ഒന്ന് അട്രാക്റ്റീവ് ആകുന്നുണ്ട്. ആൻഡ് ഇതാണ് സെക്കൻഡ് ലുക്ക്. ഡെയിലി വെയർ യൂസിനൊക്കെ പറ്റുന്നൊരു കളക്ഷനും കൂടിയാണ് കേട്ടോ. ടീച്ചേഴ്സിനൊക്കെ ആയാലും സ്കൂളിലൊക്കെ കോളേജിലൊക്കെ നിങ്ങൾക്ക് വേറെ ഇത് പോകാനും പെട്ടെന്ന് തന്നെ ഉടുത്തെടുക്കാൻ ടൈമില്ലാത്ത ടൈമിലേക്ക് പോയാലും സാരീസൊക്കെ സജസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടുത്തെടുത്ത് പോകാൻ പറ്റുന്നൊരു മെറ്റീരിയലും കൂടെയാണ്. ആൻഡ് ഇതാണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. ഫുള്ളൊരു ബാന്തിനി പ്രിൻറ്റ് ഡീറ്റെയിലിംഗ്. ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത്. കോൺട്രാസ്റ്റിലാണ് പല്ലു. ആൻഡ് സെയിം കോൺട്രാസ്റ്റിൽ തന്നെയാണ് ബ്ലൗസ് പീസും വന്നിട്ടുള്ളത്. ബ്ലൗസ് പീസിലും ആ ഒരു സെയിം ബനാറസിൽ തന്നെ സെമി ബനാറസിൽ വരുന്ന പോലത്തെ ഒരു ബോർഡറിങ് ഡീറ്റെയിലിംഗ് കൂടെ വരുന്നുണ്ട്. ഇതാണ് സെക്കൻഡ് ലുക്ക്. ആൻഡ് തേർഡ് ലുക്ക് വരുന്നത് ഈ ഒരു നേവി ബ്ലൂ ആണ്. എല്ലാത്തിലും സെയിം പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. ബ്ലൗസ് പീസും എല്ലാത്തിലും സെയിം ഒരു മെറൂൺ ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഇതാണ് സെക്കൻഡ് ലുക്ക്. എല്ലാ ഏജ് ഗ്രൂപ്പിലും പോകുന്നൊരു ടൈപ്പാണ്. ഇപ്പം യങ്സ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ ഞാൻ വേറെ ഇരിക്കുന്ന പോലെ ഇതുപോലെ ഒരു സ്ലീവ്ലെസ് ബ്ലൗസൊക്കെ ഇട്ട് കുറച്ച് 1 ലെയർ ഒക്കെ ഇട്ട് അല്ലെങ്കിൽ കുറച്ചൊന്ന് പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് ഉടുത്താലും ഒതുങ്ങിയിരിക്കുന്ന ഒരു മെറ്റീരിയലും കൂടെയാണ്. ഇപ്പം ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൊണ്ടുവരാൻ പറ്റും കേട്ടോ. ആൻഡ് ഇതാണ് സെക്കൻഡ് ലുക്ക്. തേർഡ് ലുക്ക് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ്. എല്ലാം നല്ലൊരു ഡാർക്ക് ടൗൺ ഷെയ്ഡിലാണ് നിൽക്കുന്നത്. ആൻഡ് ഇതാണ് സെക്കൻഡ്. ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് സെയിം മെറൂൺ ഷെയ്ഡാണ്. എല്ലാത്തിലും ഒരു കോൺട്രാസ്റ്റിങ് ബ്ലൗസ് പീസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പാരൻസിനൊക്കെ ആണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിലും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷനാണ് കേട്ടോ. 1659 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. നമ്മൾ പ്യുവർ മൊഡാളിനേക്കാളും ഇത് സെമി മൊഡാലാണ്. പക്ഷെ ആ ഒരു ഇതിൽ ആ ഒരു മെറ്റീരിയൽ ആ ഒരു ഒഴുകി കിടക്കുന്നതാണ് നോർമലി മൊഡാലെന്ന് പറയുമ്പോൾ. ആ ഒരു പ്യുവറിൽ കൊണ്ടുവന്നിരിക്കുന്ന അത്രയും ഒരു ഇത് തന്നെയാണ് ഈ ഒരു സെമി മൊഡാലിലും കൊണ്ടുവന്നിട്ടുള്ളത് ഫാബ്രിക്കിൽ. ആൻഡ് ഇതാണ് ലാസ്റ്റ് ലുക്ക് വരുന്നത്. ഇതാണ് എൻ്റെ പല്ലു. ഇതിൽ നമുക്ക് പല്ലു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇതിൽ സെയിം ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ട്. ബാക്കി എല്ലാത്തിലും വരുന്നത് മെറൂൺ ആണ്. ഇതിലൊരു നേവി ബ്ലൂ. ബ്ലൗസും സെയിം ആ ഒരു നേവി ബ്ലൂവിൽ തന്നെ വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് GMS 300 ആണ്. പ്രൈസ് റേഞ്ച് 1659 ആണ് കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. ഒരു ക്ലാസി ഫ്ലോറൽ ലുക്കിൽ വരുന്ന കുർത്ത സെറ്റാണ് കേട്ടോ. 4 ഷെയ്ഡാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. നമുക്ക് ഓഫീസ് വെയർ യൂസ് ആയിട്ടൊക്കെ കാഷ്വൽ വെയർ യൂസ് ആയിട്ടൊക്കെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലുമാണ്. അതേ സെയിം പാറ്റേണും കൂടിയാണ്. കുറച്ച് ഹൈനെക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ്. ഫുള്ള് നമുക്കൊരു ഫ്ലോറലിൻ്റെ പ്രിൻറ്റഡ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. കുറച്ചും കൂടി ഹൈലൈറ്റ് നിൽക്കുന്നത് ആ ഒരു നെക്ക് പോർഷനാണ്. നെക്ക് പോർഷനിലാണെങ്കിലും ഡെയ്സി ലേസിയുടെ ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നെക്കിൽ കുറച്ച് ഹൈ നെക്ക് പോലെ വന്നിട്ട് ഒരു സ്ലിറ്റ് ടൈപ്പ് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. 3/4 സ്ലീവ്സാണ് വരുന്നത്. വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ. ലൈനിങ് നമുക്ക് വരുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ ഹൈലൈറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് ഒരു പാനലായിട്ട് തന്നെ ലേസ് ഡ്രിമ്മും കൂടെ വരുന്നുണ്ട്. കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് വരുമ്പോൾ കാണാൻ പറ്റും ഒരു ലേസ് ഡ്രിമ്മും കൂടെ പാനലായിട്ട് 2 സൈഡിലും വരുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇതിലൊരു എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ആ ബോട്ടത്തിൻ്റെ ഷെയ്ഡാണ്. ഒരു റെയർ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഒത്തിരി നമ്മൾ കാണാത്തൊരു ഷെയ്ഡും കൂടിയാണ്. ആൻഡ് ഇതിലും ആ ഒരു ഫ്ലോറിൻ്റെ പാറ്റേൺ തന്നെയാണ് സ്കാറ്റേർഡായിട്ട് പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു
ഫ്ലോറലിൻ്റെ ബോട്ടത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലോറലിൻ്റെ ആ ഒരു പ്ലേസ്മെൻറ്റ് കുറച്ച് ഇഷ്ടപ്പെട്ടു. കാരണം ഒത്തിരി അടുത്തുമല്ല, സ്കാറ്റേർഡായിട്ട് കൊടുത്തൊരു കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബോട്ടം. അതേ സെയിം തന്നെയാണ് ദുപ്പട്ടയും ഫുള്ളി ഫ്ലോറലിൽ വന്നിരിക്കുന്നത്. ദുപ്പട്ടയിൽ നമുക്ക് കോട്ടണിൽ തന്നെ ചെക്ക് പാറ്റേൺ ആണ് കേട്ടോ ഫുള്ളി കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് ദുപ്പട്ട. ഫസ്റ്റ് ലുക്ക് വരുന്നത് ഇതാണ്. ആൻഡ് സെക്കൻഡ് ലുക്ക് വരുന്നത് കുറച്ചും കൂടി നീറ്റ്. ഓക്കെ, ഒരു മജന്ത ഷെയ്ഡാണ്. ഇതിലും ബാക്കിലും സെയിം ആ ഒരു പ്രിൻ്റ് ഡീറ്റെയിൽ തന്നെ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് കേട്ടോ. ഇതിലും ആ ഒരു ഡേസി ലേസി, എല്ലാത്തിലും നെക്ക് പോർഷനിൽ ഡേസി ലേസിയുടെ ഹാൻഡ് വർക്ക് തന്നെ വരുന്നുണ്ട്. ഒരു സ്ലിറ്റഡ് പോലെ നമുക്കൊരു കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും അല്ലേ, ഹൈ നെക്ക് ഇടുമ്പോൾ. എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നോർമലി ലേഡീസ് ആകുമ്പം ഒത്തിരി വൈഡിനേക്കാളും കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കുറച്ചും കൂടെ ഒന്ന് കുറച്ചും കൂടെ ഹൈ നെക്ക് ആയിരിക്കും. ഇപ്പോൾ ഓഫീസ് യൂസിനൊക്കെ ആണെങ്കിൽ നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതാണ് നെക്സ്റ്റ് വരുന്നത്. സെയിം ഒരു ആ ഒരു ബോട്ടത്തിലും സെയിം ആ ഒരു ഫ്ലോറൽ പാറ്റേൺ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. ഫുള്ളി പ്രിൻറ്റിൽ വന്നിരിക്കുന്ന ദുപ്പട്ട. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷനിലാണ്. നമ്മൾ ഫസ്റ്റ് വൺ കണ്ടു കഴിയുമ്പോൾ തന്നെ ഞാനൊരു 2000 എബോയൊക്കെ വിചാരിച്ചു. പക്ഷേ അത്ര റേഞ്ച് നമുക്കിതിൽ വരുന്നില്ല. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതാണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. തേർഡ് ലുക്ക് വരുന്നത് ഈ ഒരു നേവി ബ്ലൂ ആണ്. എല്ലാം നല്ലൊരു ഡാർക്കർ ടോൺ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതാണ് എൻ്റെ ബോട്ടം ആൻഡ് ഇതാണ് ദുപ്പട്ട. ഈ ഒരു സമ്മർ ടൈമിലൊക്കെ ആകുമ്പം നമുക്ക് കോട്ടൺ കുറച്ചും കൂടി ഒന്ന് പ്രിഫർ ചെയ്യുന്നത് കാണാം. കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കോട്ടൺ ഫാബ്രിക്കൊക്കെ ആയിരിക്കും അല്ലേ. ആൻഡ് ഇതാണ് നെക്സ്റ്റ് ലുക്ക് വരുന്നത്. ആൻഡ് ലാസ്റ്റ് ലുക്ക് വരുന്നത് ഞാൻ വേറെതിരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ആണ്. എനിക്ക് കുറച്ചും കൂടെ ഒരു ബ്ലാക്കിനോട് കുറച്ച് താല്പര്യം കൂടുതലാണ്. ഫസ്റ്റ് വൺ ഞാൻ അതേന്ന് പിക്ക് ചെയ്ത് വെയർ ചെയ്തത്. ഫുള്ളി നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ഒരു ഫ്ലോറൽ പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. പാനലായിട്ട് തന്നെ ഒരു ലേസിൻ്റെ ഡ്രിം പാറ്റേണും കൂടെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇതിലും ആ ഒരു ഫ്ലോറൽ തന്നെയാണ് സ്കാറ്റേർഡ് ആയിട്ട് ആ പ്രിൻ്റ് ഡീറ്റെയിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് NCF 301 എന്ന കോഡിലാണ്. പ്രൈസ് റേഞ്ച് 1739 ആണ് കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. എപ്പോഴും ഒരേപോലത്തെ പാറ്റേൺ, ഒരേപോലത്തെ സൽവാർ സെറ്റോ അല്ലെങ്കിൽ ഈ മറ്റേ കുർത്ത സെറ്റ്സൊക്കെ ഇട്ടിട്ട് ബോറടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ആൻഡ് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റ്, അൺസ്റ്റിച്ച്ഡ് സൽവാർ സെറ്റ് നമുക്ക് കുറച്ച് കളക്ഷൻസ് ഇന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് എല്ലാം നമുക്കൊരു ബേജ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ടെസറിൽ വന്നിട്ടുള്ള സൽവാർ സെറ്റാണ്. ആൻഡ് ഒരു ജാംദ്വാനി ഇൻസ്പയർഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു വീവിങ് സ്റ്റൈൽ, ത്രെഡ് വീവിങ് സ്റ്റൈലൂടെ വരുന്നുണ്ട്. ആൻഡ് സ്കാറ്റർഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ബനാറസി വീവിങ് വരുന്നുണ്ട്. ആൻഡ് ഒരു ത്രെഡ് വീവിങ് വരുന്നത് ഒരു ബ്ലൂ ടോണിലാണ്. ബോഡിയിൽ നമുക്ക് കളർ വരുന്നത് ഒരു ബേജ് ടിൻറ്റിലാണ് വരുന്നുള്ളത്. ആൻഡ് ഒരു ബനാറസി വീവിങ് സ്റ്റൈലിലൂടെ കൊടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, സ്കാറ്റർഡ് ആയിട്ട് പ്ലേസ് ചെയ്ത്. ആൻഡ് ടെസറിൽ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ടയിൽ നമുക്ക് ജാംദ്വാനി ഇൻസ്പയർഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വീവിങ് സ്റ്റൈൽ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്കാറ്റർഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ബനാറസി വീവിങ് കൂടെ വന്നിട്ടുണ്ട്. ആൻഡ് ഒരു നേവി ബ്ലൂ ടോണിൽ തന്നെ വന്നിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള സട്ടൂണിലെ ബോട്ടം. ആൻഡ് മജന്ത സ്റ്റൈലിലാണ് ഒരു വീവിങ് സ്റ്റൈൽ കൊടുത്തിട്ടുള്ളത്. ഇതിലും സ്കാറ്റർഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ബനാറസി വീവിങ് കൂടെ, സരി വീവിങ് വന്നിട്ടുണ്ട്. ആൻഡ് ദുപ്പട്ട വരുന്നതും എല്ലാത്തിലും സെയിം ഫാബ്രിക് തന്നെ വരുന്നത് ടെസറിലാണ്. കുറച്ചൊന്ന് ട്രഡീഷണലായിട്ട് ഒരു ടെമ്പിൾ വെയറിനൊക്കെ പറ്റിയൊരു സൽവാർ സെറ്റാണ്. നോർമലി പൊതുവേ ഈ ലെഗിൻസ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു കുർത്താസല്ലേ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണത്. ആൻഡ് ഇങ്ങനെ ഒരു സെറ്റായിട്ട് നമ്മൾ അൺസ്റ്റിച്ചഡ് എടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം കുറച്ചും കൂടെ ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ അറിയാമെന്നുള്ള ആൾക്കാരായിരിക്കും, കുറച്ച് ഫാഷൻ ഡിസൈനിങ് പഠിച്ച കുറേ പിള്ളേരായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു മൈൻഡിലൊരു ഒരു പാറ്റേൺ കാണുമല്ലോ, ആ ഒരു പാറ്റേണിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഒരു ഗോൾഡൻ ജ്വല്ലറിയുടെ കൂടെയൊക്കെ നമ്മൾ പെയർ ചെയ്തിട്ടും കുറച്ചും കൂടെ ഒരു നല്ലൊരു റിച്ച് ലുക്ക് തരും. ആൻഡ് മജന്ത ഷെയ്ഡിൽ വന്നിട്ടുള്ള സോളിഡ് ബോട്ടം. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത്
ഈ ഒരു ബേജിൽ ബ്ലാക്കിൽ വന്നിട്ടുള്ള ഈ ഒരു വീവിങ് സ്റ്റൈലാണ്. ആൻഡ് സെൽഫ് ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിലോട്ട് നോക്കുമ്പം കുറച്ചൊന്ന് ഫിനിഷ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ബാക്ക് പോർഷൻ, ഇത് ഫ്രണ്ട് പോർഷൻ. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന ഒരു റിച്ച് ലുക്ക്, പക്ഷേ സിമ്പിളായിട്ട് നിൽക്കുന്നൊരു കൈൻഡ് ഓഫ് സൽവാർ സെറ്റാണ്. ആൻഡ് സറ്റൂണിൽ വന്നിട്ടുള്ള സോളിഡ് ബോട്ടം. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SP150 എന്ന കോഡിൽ 3499 പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻസ്.